എല്ലാവർക്കും നമസ്കാരം. കേരള സമൂഹം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയാണ് ലഹരിയുടെ ദുരുപയോഗം. നമ്മൾ പല വിഷയങ്ങളിലും രാജ്യത്തിനാകെ വളരുകയായിരിക്കുമ്പോൾ ലോകത്താകമാനമുള്ള ലഹരിയുടെ ദുരുപയോഗത്തിൽ നിന്ന് കേരള സമൂഹം വ്യത്യസ്തമായി മാറിയിരിക്കുന്നില്ല. പ്രത്യേകിച്ച് കഴിഞ്ഞ കോവിഡിന് ശേഷമുള്ള ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 10 വർഷത്തെ കാലയളവിൽ ലഹരി ദുരുപയോഗത്തിൽ ഉണ്ടായിരിക്കുന്ന വർധനവ് അത് പ്രത്യേകിച്ച് യുവതികളിലും കുട്ടികളിലും ഉണ്ടായിരിക്കുന്ന വർധനവ് വളരെ ആശങ്കപ്പെടുന്നു. അപ്പൊ ഇതിനെ നേരിടാൻ കേരള എക്സൈസ് വകുപ്പും വിമുക്തി മിഷനും സർക്കാരും വിവിധങ്ങളായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പായിരിക്കും. 3 തലത്തിൽ തന്നെ വേണം ഈ വിഷയത്തെ നമുക്ക് നേരിടുവാൻ. ഒന്ന്, എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക. കേരളത്തിലേക്ക് വരുന്ന ലഹരിയുടെ സോഴ്സ് അതിന്റെ ട്രാക്ക് കട്ട് ചെയ്യുക. അതുപോലെ തന്നെ രണ്ടാമത്, ലഹരിയുടെ ഉപയോഗത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ലഹരിയുടെ ഉപയോഗത്തിലേക്ക് ആളുകൾ, കുട്ടികൾ, യുവാക്കൾ പോകാതിരിക്കുന്നതിനുള്ള ശക്തമായ ബോധവൽക്കരണം. 3, ഈ 2 ഘട്ടങ്ങളിൽ നമ്മൾ പ്രവർത്തിച്ചു എങ്കിലും നിലവിൽ ഉപയോഗിക്കുന്ന ആളുകൾക്കാണ്, അല്ലാതെ തന്നെ അതിലേക്ക് വഴി വീഴുന്ന ആളുകൾക്കാണ്. അപ്പൊ അവർക്ക് മതിയായ ചികിത്സ കൊടുത്ത് അവരെ മുഖ്യധാരയിലേക്ക്, സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഇതൊന്നും നിലവിൽ ഇപ്പോൾ സർക്കാർ സംവിധാനം എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ, വിമുക്തി മിഷന്റെ ആഭിമുഖ്യത്തിൽ ശക്തമായി നടപ്പിലാക്കി വരുന്നു. കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് 4.5 കോടിയോളം ജനസംഖ്യയുള്ള സംസ്ഥാനത്ത് ഏതാണ്ട് 50 ലക്ഷം 60 ലക്ഷത്തോളം അന്യസംസ്ഥാന തൊഴിലാളികൾ സംസ്ഥാന തൊഴിലാളികളുടെ ജന്മിയായിരിക്കും സംസ്ഥാനത്ത് കേവലം നമ്മുടെ സർക്കാർ സംവിധാനങ്ങളിലൂടെ മാത്രം എല്ലാം നേരിടാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ 4 ഘട്ടങ്ങളിലായുള്ള ശക്തമായ നടപടികൾ ഈ വിഷയത്തിൽ സ്വീകരിക്കുകയും ആ 4 ഘട്ടത്തിന് ശേഷവും ആ 4 ഘട്ടത്തിലും അതുപോലെ തന്നെ അതിനുശേഷവും പൊതുജനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ബഹുമുഖ സംഘടനകളിൽ നിന്നും ഒക്കെ സഹകരണങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഈ മേഖലയിലുള്ള സഹായ സഹകരണ ബോധവൽക്കരണത്തിലും മറ്റ് നടപടികളും സഹായ സഹകരണങ്ങൾ സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ച് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നു. ഈ അവസരത്തിൽ സെന്റ് ജോസഫ് UPS വെള്ളിലാപ്പള്ളി നടത്തുന്ന 1 മാസം നീണ്ടു നിൽക്കുന്ന ബോധവൽക്കരണ പ്രവർത്തനം, ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിൻ തികച്ചും അഭിനന്ദനാർഹം. കാരണം ചെറിയ കുട്ടികളാണ് എന്ന ഒരു കാഴ്ചപ്പാടിൽ നിന്നും ചെറിയ കുട്ടികളെ മാറ്റി നിർത്താൻ സാധിക്കും. അവർ അടുത്ത വർഷം UP സ്കൂളിൽ നിന്ന് ഹൈസ്കൂളിലേക്ക് എത്തുന്നു, ഹയർ സെക്കൻഡറിയിലേക്ക് എത്തുന്നു, അടുത്ത ഘട്ടങ്ങളിലേക്ക്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിലാണ് ഇത്രമാത്രം യുവാക്കൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ ലഹരിയുടെ ദുരുപയോഗത്തിലേക്ക് കടന്നു വരുന്ന സാഹചര്യം. ഇപ്പോഴത്തെ സ്ഥിതി തുടർന്നാൽ തീർച്ചയായിട്ടും അതിന്റെ ലഹരിയുടെ ദുരുപയോഗം ആരംഭിക്കുന്ന പ്രായം താഴേക്ക് വരുന്ന സാഹചര്യം. അപ്പോ നമ്മുടെ ചെറിയ കുട്ടികളിൽ നിന്ന് തന്നെ ഇതിന് വേണ്ട ഒരു ബോധവൽക്കരണം കൊടുത്തുകൊണ്ട് അവരെ ഇതിന്റെ ഒരു ബ്രാൻഡ് അംബാസഡർമാരാക്കി മാറ്റിക്കൊണ്ട് ആണ് നമുക്ക് ഈ സമൂഹത്തിൽ നല്ല വ്യക്തമായ ഒരു മാറ്റം വരുത്തുവാൻ സാധിക്കും. കുട്ടികൾക്ക് ഈ പറയുന്ന കാര്യങ്ങളിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ടായിരിക്കില്ല ഈ കാര്യങ്ങൾ പറയാറ്, ഇൻഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. അവരുടെ ഒരു സമയങ്ങൾ കൂടുതൽ വിനോദപ്രദമാക്കിക്കൊണ്ട് സമയങ്ങൾ നല്ല നിലയിൽ അവരെ വിനിയോഗിക്കാൻ അവരെ പ്രാപ്തമാക്കിക്കൊണ്ടായിരിക്കും ഈ മേഖലയിൽ. ഞാൻ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നു ഈ 1 മാസം നീണ്ടു നിൽക്കുന്ന വെള്ളിലാപ്പള്ളി UP സ്കൂളിൽ നടക്കുന്ന ക്യാമ്പയിനുകളിൽ അത് മാതാപിതാക്കൾക്കും അവരുടെ കുട്ടികളുടെ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും കുട്ടികൾക്കും പ്രയോജനപ്രദമായ നിലയിലുള്ള, പൊതുസമൂഹത്തിന് പ്രയോജനപ്രദമായ നിലയിലുള്ള വിവിധ ക്യാമ്പയിനുകൾ തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ അതിനോട് സഹകരിക്കുന്ന എല്ലാ ആളുകളും, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, അതുപോലെ തന്നെ അവരുടെ മാതാപിതാക്കളുണ്ട്, പൊതുസമൂഹം ഇതിനോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവരും ഇതിന്റെ ഭാഗമാക്കാവുന്ന ലഹരിയുടെ ദുരുപയോഗത്തിനെതിരെയുള്ള ക്യാമ്പയിനുകൾ എല്ലാവരും സ്വയമേ മാറി നിൽക്കണം എന്നതിനെ കൂടാതെ തന്നെ അതിന് ചുറ്റുപാടും ഉള്ള ആളുകളെ അതിന് മാറ്റി നിർത്തുന്നതിനും അതുപോലെ തന്നെ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങളിൽ വായനകൾക്കൊപ്പം നിന്നുകൊണ്ട് ആ തരത്തിലും എല്ലാവരുടെയും സഹകരണം ഇതിനകത്ത് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നുണ്ട്. ഒരിക്കൽ കൂടി വെള്ളിലാപ്പള്ളി UP സ്കൂളിൽ നടക്കുന്ന ഈ ക്യാമ്പയിൻ എക്സൈസ് വകുപ്പിന്റെയും കോട്ടയം വിമുക്തി മിഷന്റെയും എല്ലാവിധ ആശംസകളും നേരുന്നു.